ഞാൻ കേട്ടതിൽ ഏറ്റവും വണ്ടർഫുൾ ആയിട്ട് ഒരു പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ചു കൊടുക്കുന്ന ആളായിട്ട് റാമിൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും കൂടി സ്വന്തമായിട്ട് പപ്പടം ഉണ്ടാക്കാൻ. നമ്മൾ സാധാരണയായിട്ട് ഒരുപാട് സ്റ്റുഡൻറ്റിൻ്റെ സക്സസ് സ്റ്റോറീസും ഇൻ്റർവ്യൂസൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ആ കൂട്ടത്തിൽ ഞാൻ സംസാരിച്ചതിൽ എനിക്ക് ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആണെന്ന് തോന്നിയിട്ടുള്ള ഒരു സ്റ്റോറി നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ വരുന്നത്. ജീവിതത്തിൽ ഒരുപാട് ദുർഘടമായിട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന കുറേ ആളുകളുണ്ട്. നീറ്റ് ആസ്പിരൻസ് മാത്രമൊന്നുമല്ല, ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഒരു ലക്ഷ്യമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കിങ്ങനെ പല പ്രതികൂല സാഹചര്യങ്ങളും വരാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും പരിചയപ്പെട്ടിരിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു സ്റ്റോറിയാണ് റാമിൻ്റെ സ്റ്റോറി. നമുക്ക് റാമിൻ്റെ സ്റ്റോറി ഒന്ന് കാണാം. രാംകുമാർ, എത്ര വയസ്സായി? 18. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ, അച്ഛൻ, ഞാൻ, അച്ഛമ്മ, ഒരു ചേച്ചിയുണ്ട്. കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ പഠിച്ച് നീറ്റ് എക്സാമിന് നല്ല മാർക്ക് വാങ്ങി 580 മുതൽ ഒരു 600 മേളിൽ വരെയൊക്കെ മാർക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. രാംകുമാറാണ് വന്നിട്ടുള്ളത്. രാംകുമാറിൻ്റെ കൂടെ രാംകുമാറിൻ്റെ അമ്മയുണ്ട്, രാംകുമാറിൻ്റെ 10ാം ക്ലാസ് വരെ പഠിച്ച ടീച്ചർ വന്നിട്ടുണ്ട്, ചേച്ചിയുടെ മോളും ഉണ്ട്. ഇത്തവണത്തെ നീറ്റ് എക്സാം കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേ ദിവസം റാം ക്യാമ്പസിൽ വരുന്നുണ്ട്. തിരിച്ച് അവൻ്റെ മാർക്ക് നോക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്നാൽ വന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞതെന്ന് സാർ എനിക്ക് 590 മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോഴത്തേക്കും നമുക്ക് കട്ട് ഓഫിനെയൊക്കെ പറ്റിയൊരു ധാരണ ഉള്ളതുകൊണ്ട് 590 ഈസ് എ വെരി ഗുഡ് മാർക്ക്. അപ്പോൾ ആക്ച്വലി അവൻ ഏത് സ്ഥലത്ത് വേണമെങ്കിലും കിട്ടുന്ന രൂപത്തിലാണ്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, റാമേ നീ കാലിക്കട്ടാണോ നോക്കുന്നത് ട്രിവാൻഡ്രമാണോ നോക്കുന്നത്? പറഞ്ഞു ഇല്ല സാർ, ഞാൻ തൃശ്ശൂരാണ് നോക്കുന്നത് പറഞ്ഞു. ചോദിച്ചു അതെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല, വീട്ടിൽ ഈ നീറ്റ് കഴിഞ്ഞ ഉടനെ റാം ചെയ്ത കാര്യം എന്താണെന്ന് പറയും. ഞാൻ അവനോട് ചോദിച്ച കാര്യമുണ്ട്, എങ്ങനെയാണ് ഡോപ്പേന അറിഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട്. വണ്ടർഫുൾ ആയിട്ടുള്ള ആൻസർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതുവരെ ഡോപ്പയ്ക്ക് എങ്ങനെ ഒരു കുട്ടി ഡോപ്പയിലേക്ക് അറിഞ്ഞത് എന്നറിയുന്ന സമയത്ത് ഞാൻ കേട്ടതിൽ ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള സ്റ്റോറി. ഈ 635 മാർക്ക് മേടിച്ച റാം ആ നീറ്റ് എക്സാം കഴിഞ്ഞിട്ട് ഹി വാസ് വർക്കിംഗ് ഇൻ എ പെട്രോൾ പമ്പ്. ഒരു പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ചു കൊടുക്കുന്ന ആളായിട്ട് നിൽക്കുമായിരുന്നു. ഞാൻ റിപ്പീറ്റ് ചെയ്ത് 634 ഉണ്ട്. ഇപ്പോൾ റാങ്ക് അന്ന് പമ്പിൽ നിൽക്കും. പെട്രോൾ ഇലക്ഷൻ്റെ ഡേറ്റ് തോന്നുന്നു, റിസൾട്ട് വന്ന ഡേറ്റ്. അപ്പോൾ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ആ കുട്ടി അവനും എഴുതിയിട്ടുണ്ടായിരുന്നു. വന്നിട്ട് വന്നിട്ട് പറഞ്ഞു എടാ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ റിസൾട്ട് നോക്കി, റിസൾട്ട് നോക്കി മാർക്ക് 634. റാങ്കിലേക്കല്ല നമ്മൾ നോക്കുക. അപ്പോൾ 4000 എന്നാണ് ഞാൻ ആദ്യം കാണുന്നത്. പിന്നെ നോക്കുമ്പോൾ 44,000. അത് ഡോപ്പയിലത്തെ കോട്ടക്കൽ ബോയ്സിൽ പഠിച്ച ഒരു ബോയിയാണ് അവിടെ പെട്രോൾ അടിക്കാൻ വേണ്ടി വരുന്നുണ്ടാവുക. അപ്പം ഈ ബോയും റാമും തമ്മിൽ സംസാരിക്കാൻ വേണ്ടി തുടങ്ങുന്നു. അപ്പോൾ ഈ ബോയ് പറയുന്നത് ഞാൻ ഡോപ്പാന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് പഠിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ റാമിനോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇവനൊരു ദിവസം വൈകുന്നേരം പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അത് ജൂൺ 4 നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഡേറ്റാണ്. നമ്മുടെ ലോക്സഭ റിസൾട്ട് വന്ന സെയിം ഡേയിൽ തന്നെയാണ് അന്നത്തെ നീറ്റിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ജൂൺ 4 വൈകുന്നേരത്തിൽ ഈ കുട്ടി പെട്രോൾ അടിക്കാൻ വരുമ്പോഴാണ് റിസൾട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൻ പെട്രോൾ പമ്പിൽ ഇരുന്നിട്ട് 635 മാർക്കുള്ള ഇവൻ റിസൾട്ട് നോക്കുന്നത്. അന്നേരം നോക്കുന്ന സമയത്ത് ഇവൻ ആദ്യം വിചാരിച്ചത് 4000 റാങ്കുന്ന, പക്ഷേ ആക്ച്വലി ഇറ്റ് വാസ് 40,000 നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു ഗവൺമെൻറ് MBBS കിട്ടുന്ന സാധനമല്ല. ആൻഡ് ഹി വാസ് റെഡി ടു ഡ്രോപ്പ് ദാറ്റ് തിങ്. അടുത്ത കോഴ്സിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായിരുന്നു, BDS എടുക്കാൻ വേണ്ടി റെഡിയായിരുന്നു. അപ്പോൾ അച്ഛനാണ് പറഞ്ഞത് ഡോണ്ട് ഗോ, ഒരിക്കലും BDSന് പോകണം, നീ ആഗ്രഹിച്ചത് MBBS അല്ല. അപ്പോൾ MBBSന് പോകാമെന്നുള്ള രൂപത്തിൽ റാമിൻ്റെ അച്ഛനാണ് പറഞ്ഞത്. കൂടെ വന്നപ്പം അമ്മയുടെയും റാമിൻ്റെയും കൂടെ ഉണ്ടായിരുന്നത് ആക്ച്വലി ടീച്ചറാണ്. ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലെ ടീച്ചർ. എന്ന് വെച്ചാൽ ഇത് 10ാം ക്ലാസ് വരെ എന്നെ പഠിപ്പിച്ച ടീച്ചറാണ് എന്നുള്ളതാണ് രാമിൻ്റെ ആദ്യത്തെ ഡയലോഗ്. അപ്പോൾ അമ്മ കൂടെ ചേർത്ത് പറയുന്നുണ്ട്, ഇവനെ റിപ്പീറ്റ് ചെയ്യാനൊക്കെ വിട്ടതും അതിൻ്റെ പൈസ കൊടുത്തതും ടീച്ചറാണെന്ന് പറയുന്നത്. ടീച്ചർ ഇങ്ങനെ അമ്മയുടെ കൈ കയറി പിടിക്കണേ, അതൊന്നും ഇവിടെ പറയണ്ട എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ കൈ കയറി പിടിക്കുന്നുണ്ട്. സോ ആ ഒരു മൊമെന്റ് മുതൽ ഇവരുടെ സ്റ്റോറീസ് ഇങ്ങനെ അൺവീൽ ചെയ്ത് പോകുന്ന പറയുന്നത്. ചോദിച്ചറിയുമ്പോഴാണ് നമുക്ക് വീട്ടിലത്തെ അവസ്ഥകളൊക്കെ നമ്മൾ കൂടുതലായിട്ട് അറിയാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ സപ്പോർട്ട് ആവശ്യമാണെന്ന് തോന്നി. അമൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, അത് ഞാൻ ആ സ്കൂളിൻ്റെ പേര് എനിക്ക് മറക്കാൻ വേണ്ടി പറ്റില്ല. അത് കുന്നംകുളമാണ്. കുന്നംകുളത്തുള്ള അമൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ സ്റ്റാറായിരുന്നു റാം എന്ന് പറയുമ്പോൾ ടീച്ചറിൻ്റെ മനസ്സിലൊരു ഇതുണ്ട്, ഒരു എന്താ പറയുക, ഒരു ഭയങ്കര സന്തോഷമാണ്. അവരിങ്ങനെ അച്ഛൻ്റെ ബിസിനസ്സിനെ പറ്റി പറയുന്ന സമയത്ത് അച്ഛൻ ആദ്യം ഒരു വണ്ടിയിൽ ഡ്രൈവറായിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. വണ്ടിയിൽ ഡ്രൈവറായിട്ട് MS പപ്പടം എന്ന് പറഞ്ഞാൽ പപ്പടത്തിൻ്റെ വണ്ടിയിൽ ഡ്രൈവറായിട്ടാണ്. ഞാൻ എൻ്റെ വീട് മൂവാറ്റുപുഴ എന്ന് പറയുമ്പം റാമു ചോദിക്കുന്നുണ്ട്, ആ വാഴപ്പള്ളിയൊക്കെ എനിക്കറിയാം, മൂവാറ്റുപുഴയിലൊക്കെ ഞങ്ങൾ പപ്പടം കൊടുക്കാൻ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നീട് ചോദിക്കുന്ന സമയത്ത് ഡ്രൈവറായിട്ടുള്ള പണി പോയി. കോവിഡ് വന്ന സമയത്ത് അങ്ങനെ സെയിൽസിനും ബാക്കി കാര്യങ്ങൾക്കും പറ്റിയില്ല. പിന്നെ വീട്ടിലിരുന്നിട്ട് ഇവർ സ്വന്തമായിട്ട് പപ്പടം ഉണ്ടാക്കാൻ തുടങ്ങി. അത് റാമിൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും കൂടി സ്വന്തമായിട്ട് പപ്പടം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ പപ്പടത്തിൻ്റെ പണി മൊത്തം റാമിനറിയാം. എവറിത്തിങ് ഹീ നോസ്. ഗുരുവായൂർ പപ്പടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ്, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, അതിന് സെയിലിന് പോകുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ എത്ര കാലം എന്നേക്കും പറഞ്ഞു വെച്ചാൽ ഇവൻ്റെ പ്രായമുണ്ട് 21, അവൻ 20 വയസ്സായി, 20 വർഷം കഴിഞ്ഞ് 21ാമത്തെ വർഷമാണ് എന്നുള്ള കാര്യം അമ്മ ഇങ്ങനെ ഓർത്തെടുത്ത് പറയുന്ന ഒരു സാധനമുണ്ട്.
പിന്നെ ഇങ്ങനെ ആ ഒരു ബ്രാൻഡും അച്ഛൻ്റെ ഒരു സ്വപ്നവും അച്ഛൻ കൊണ്ടു നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ അച്ഛൻ്റെ റോൾ ഇങ്ങനെ പറയുന്ന ഒരു സാധനമുണ്ട്. രാത്രി അച്ഛനിങ്ങനെ സെയിലിൽ പോയിട്ട് വരുന്ന ഒരു സമയത്ത് ഈ തട്ടുകടയിൽ നിന്നൊക്കെ ഭക്ഷണം പൊതിഞ്ഞു കൊണ്ടുവരും. എന്നിട്ട് ഇങ്ങനെ ഈ ഭക്ഷണം മണപ്പിച്ചിട്ട് എണീപ്പിക്കാമെന്ന് പറയാം മക്കളെ. ഇവനെ റാമിനെ ഇങ്ങനെ മണപ്പിച്ചിട്ട് എണീപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ മണം കേട്ടിട്ട് എണീറ്റ് വന്നിട്ട് എത്ര ഉറക്കത്തിലാണെങ്കിലും ഭക്ഷണം വയറ് കുറച്ച് കഴിക്കും. റാം പറയണേ എൻ്റെ ശരീരം കണ്ടില്ലേ, നോക്ക് ഞാൻ അങ്ങനെ ആയതാണ് എന്ന് തമാശയോടുകൂടി. പക്ഷേ എനിക്ക് ഐ ഫെൽ ദാറ്റ് പെയിൻ. അങ്ങനെ പറയുന്ന സാധനത്തിൻ്റെ ഉള്ളിൽ എനിക്ക് ആ പെയിൻ ഇങ്ങനെ മനസ്സിലാവും. എനിക്ക് എൻ്റെ മനസ്സിലിങ്ങനെ തട്ടുന്നുണ്ടായിരുന്നു ആ സാധനം. കോവിഡിൻ്റെ സമയത്ത് ഇവരുടെ പപ്പടത്തിൻ്റെ സെയിൽ പൊളിഞ്ഞു. ബേസിക്കലി തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളത്തുള്ള ഇവർക്ക് തൃശ്ശൂർ ജില്ലയ്ക്ക് അപ്പുറം ജില്ല ക്രോസ് ചെയ്യാൻ വേണ്ടി പറ്റാതെ വന്ന സമയത്ത് അപ്പുറത്തെ ജില്ലകളിൽ പോയിട്ട് ഇവരുടെ പപ്പടം ആ ബിസിനസ്സിൻ്റെ സെയിൽ കുറച്ച് മോശമായിപ്പോയി. അങ്ങനെ ആ ബിസിനസ് കുറച്ച് ഡള്ളായി. വീട് വിൽക്കേണ്ടി വന്നു, വാടക വീട്ടിലേക്ക് മാറേണ്ടി വന്നു, അച്ഛൻ്റെ പണി പോയി എന്നുള്ള രൂപത്തിൽ. ആ സമയത്ത് പറയാനുണ്ട്, അന്ന് ഫ്ലവേഴ്സ് TV-യിൽ ശ്രീകണ്ഠൻ നായരുടെ ഒരു ഷോ, ഒരു ക്വിസ് കോമ്പറ്റീഷനിൽ, കോടീശ്വരൻ എന്നാന്ന് തോന്നുന്നു, ക്വിസ് കോമ്പറ്റീഷനിൽ പോയിട്ട് റാം 1 ലക്ഷം രൂപ വാങ്ങി. ആ എപ്പിസോഡിൽ അമ്മ ഇങ്ങനെ ഓർത്തെടുത്ത് പറയും, എപ്പിസോഡ് നമ്പർ 20 അമ്മ ഇങ്ങനെ ഓർത്തെടുത്ത് പറയുന്നൊരു സാധനമുണ്ട്. അതിനകത്ത് അവൻ 1 ലക്ഷം രൂപ വാങ്ങി അച്ഛന് തിരിച്ചു കൊണ്ടേ കൊടുത്തൊരു സാധനങ്ങൾ അവൻ പറയുന്നുണ്ട്. പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഈ അച്ഛൻ്റെ പെട്ടെന്നുള്ള ഡിമൈസ് വന്നത്. അച്ഛൻ മരണപ്പെട്ടു എന്ന് പറയുന്ന ഒരു സാധനം. ഞാൻ ആക്ച്വലി ഇവരുടെ എല്ലാവരുടെയും മാർക്ക് സ്ഥിരമായിട്ട് നോക്കുന്ന ഒരാളാണ്. സ്ഥിരമായിട്ട് നോക്കും. ഇപ്പോൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ നിൽക്കുമ്പോൾ എനിക്കിങ്ങനെ കുറച്ച് ഒരു 2-3 ഏരിയ തിരിച്ചാൽ നോക്കാം. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാർ. ഇപ്പോൾ ഇവൻ്റെ മാർക്ക് ഇങ്ങനെ കണ്ട് ഇപ്പോൾ ടി&ടിൻ്റെ ലിസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ മൈനോ രാംകുമാർ ഇസ് ദെയർ. ഇപ്പോൾ ടോപ്പിലുണ്ടാവും, ഒരു 1, 2, 3 അല്ലെങ്കിൽ 5-ൻ്റെ ഉള്ളിലുണ്ടാവും, ഒരു 10-ൻ്റെ ഉള്ളിലുണ്ടാവും, അങ്ങനത്തെ ഒരു സാധനം. ഒരു ദിവസം എൻ്റെ അടുത്ത് ഞാനിങ്ങനെ പോയിട്ട് വന്നിട്ട് രാമേ ഭയങ്കര മോശമാണല്ലോ, കുറച്ച് ബാക്കിലായി പോയല്ലോ, എന്നെ കാണുന്നില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സാർ അച്ഛൻ മരിച്ചു പറഞ്ഞു. ഞാനുണ്ടല്ലോ അത് അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്. അച്ഛൻ്റെ ആ ഒരു സാധനം ഒരു ഡിസംബർ മാസത്തിൽ ഇവൻ പഠിച്ച് ഏകദേശം പീക്കിൽ നിൽക്കുന്ന സമയത്താണ് സംഭവിക്കുന്നത്. അപ്പോൾ അമ്മ പറയുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ, ഈ രാത്രി വന്നു കഴിഞ്ഞാൽ രണ്ടാളും ഭയങ്കര കൂട്ടായിരുന്നു, കെട്ടിപ്പിടിച്ചാൽ കിടന്നുറങ്ങുന്നത് എന്നൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ ഇവൻ വാടക വീട്ടിലാണ്. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അച്ഛനൊരു തണലായിരുന്നു. അത് പോയതിൻ്റെ ഒരു വിഷമോ സാധനങ്ങളോ ഇറ്റ് വാസ് ദെയർ. അവൻ്റെ മാർക്ക് ലിസ്റ്റും ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ തല തിരിഞ്ഞു പോയ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫ്രണ്ട്സ് പോലെയായിരുന്നേ. വന്നാലിപ്പോ ക്രിസ്മസ് വെക്കേഷൻ വന്നിട്ട് രണ്ടാൾ കെട്ടിപ്പിടിച്ച് കിടക്കല്ലോ, എല്ലാം കൊടുന്നാക്കല്ലോ ഒക്കെ. അപ്പൊ ചോദിച്ചു, ഇനി അവിടെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാ? ഇപ്പൊ നമുക്കൊരു ലക്ഷ്യമുണ്ട്, അവിടേക്ക് എത്തണമെങ്കിൽ നമ്മള് വേണ്ടേ? അപ്പൊ വന്നിട്ട് എന്ത് ചെയ്യാനാ ചോദിച്ചു. വന്നിട്ട് ഞാൻ എന്തെങ്കിലും ഒക്കെ പണിയെടുത്തിട്ട് അമ്മേനെ നോക്കിക്കോളാന്ന്. അപ്പൊ എന്തെങ്കിലും പണിയെടുക്കാനാണ് ഇത്രയും നമ്മള് ഇവിടെ ദിവസങ്ങൾ ചെലവഴിച്ചില്ലേ, അപ്പൊ അതെന്തായാലും പൂർത്തീകരിച്ചേ പറ്റൂ. പിന്നീട് തിരിച്ചു വരുന്ന റാമിനെ കാണുമ്പം റാം വാസ് ക്വൈറ്റ് ആൻഷ്യസ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്ത പോലെ, അവൻ എല്ലാ കാര്യത്തിനും പേടിയുള്ള പോലെ. അവനോട് ചോദിക്കാം, സാർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എന്താ ഇങ്ങനെ ഇത്ര ടഫ് പേപ്പറൊക്കെ വരുമോ, ഞാൻ എന്താ ചെയ്യേണ്ടേ, ബയോളജി മറന്നു പോകുന്നു, ബയോളജിയിൽ മാർക്ക് കിട്ടുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, സ്ഥിരമായിട്ട് പറയുന്ന, പക്ഷെ കുഴപ്പമില്ലടാ പഠിച്ചാൽ കിട്ടും എന്നൊക്കെ പറയുന്ന ഒരാൾ ഇന്ന് ആക്ച്വലി ഹീ സ്മൈലിങ്. ഒരു സന്തോഷമുണ്ട്. ബട്ട് സ്റ്റിൽ അവനിങ്ങനെ വിചാരിക്കുന്ന അവൻ്റെ ചേച്ചിയുടെ കുട്ടി, അമ്മ, ഈ വീടിൻ്റെ റെൻറ്റ്, അതിനുള്ള ജോലി, എല്ലാ കാര്യങ്ങൾ. അപ്പോൾ അവൻ പറയുന്നത്, ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് എടുക്കാം, അപ്പോൾ ഒരു സ്കൂട്ടർ മറ്റുണ്ടെങ്കിൽ എനിക്ക് എല്ലാ ദിവസവും പോയിട്ട് തിരിച്ചു വരാമല്ലോ. ആക്ച്വലി ഇറ്റ് ഈസ് 20 കിലോമീറ്റേഴ്സ് 1 ഡേ. ഒരു ദിവസത്തിൽ 20 കിലോമീറ്റർ വൺ സൈഡ് പോയിട്ട് വരണം. സ്റ്റിൽ ഹീ ഈസ് റെഡി ടു ഡു ദാറ്റ് എന്നുള്ളതാണ്. ചില സമയത്ത് നമുക്ക് മാർക്ക് നമ്മുടെ ഒപ്പം ഉള്ളവരെ അത്രയും നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചാലും അവരെ അടുത്തൊന്നും എത്തില്ല. നമുക്കൊരു ഇത് തോന്നുക. അപ്പം നമ്മൾ ഇങ്ങനെ വീണ്ടും ചില സിനിമയിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ തോൽക്കന്നെ ഇങ്ങനെ പോവന്നെ അല്ല, നിർത്തി പോവാണതിന് പകരേ വീണ്ടും തോറ്റ് അല്ല, അങ്ങനെ അവസാനമൊക്കെ ഒരു കയറി പതിയെ വന്നിരുന്നു കേട്ടോ. ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഇത് തന്നെയാണ്. നമ്മളിങ്ങനെ തലകുത്തി നിന്ന് പഠിച്ചു എന്നൊക്കെ നമ്മൾ വിചാരിക്കും ചില ദിവസമൊക്കെ. പക്ഷേ ഫൈനലി വരുമ്പോൾ റിസൾട്ട് സാധനങ്ങളൊക്കെ പഴയ പോലെ തന്നെ ഉണ്ടാവും. നമ്മൾ എത്ര എഫേർട്ട് കൂട്ടുന്നു അങ്ങനെ വീണ്ടും പോകുമ്പോൾ നമുക്കൊരു ചടപ്പ് മാറി പിന്നെ പതുക്കെ മാർക്ക് ഇങ്ങനെ കയറി. അല്ല, അതൊരു സ്ട്രാറ്റജി ആണോ എനിക്കറിയില്ല. സ്ട്രാറ്റജി അല്ലടാ, അത് അതിൻ്റെ രീതിയാണ്. അതങ്ങനെ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ തുടക്കത്തിലൊന്നും നമ്മൾ വിചാരിച്ച പോലെ കിട്ടുന്നില്ല. പിന്നെ നമ്മളാ നിൽക്കുന്ന നമ്മുടെ പെർസിസ്റ്റൻസ് ഉണ്ട്, ഒരു പെർസീവറൻസ് എന്നൊക്കെ പറയുന്ന ഒരു സാധനമില്ലേ, നമ്മളിങ്ങനെ തല്ല് കൊണ്ടാലും പിന്നെ എണീറ്റ് വരിക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അതങ്ങനെ നിൽക്കുന്ന ആൾക്കാർ ഗ്രാജുവലി അതിനകത്ത് അവർക്ക് സെൽഫായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരും എന്നുള്ളതാണ്.
ഐ എം എ ഡോക്ടർ. ഐ ലവ് ടു ബി എ ഡോക്ടർ ജസ്റ്റ് ബിക്കോസ് ഐ ക്യാൻ സീ മോർ പീപ്പിൾ, അവരുടെ ജീവിതം, നാട്ടുകാരുടെ ഓരോരുത്തരുടെ അവസ്ഥകൾ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാനൊരു ഡോക്ടറായിട്ടിരിക്കാൻ ഇഷ്ടമാവുന്നുണ്ടാവുക. ബട്ട് നൗ ഐ എം ലൈക്ക് എ എൻട്രൻസ് കോച്ച്, ഒരു ടീച്ചറായിട്ടാണ് നിൽക്കുന്നത്. ഹിയർ ഓൾസോ ഐ എം സീയിങ് ഡിഫറെൻറ്റ് പീപ്പിൾ, ഡിഫറെൻറ്റ് ആൾക്കാരെ കാണുന്നുണ്ട്. ഫീൽ വെരി മച്ച് ഇൻ ടു ഇറ്റ്. ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. റാമിനെ പോലെയുള്ള ആളുകൾ, ടീച്ചറെ പോലെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നുണ്ടാവാം. ഇപ്പോൾ ടീച്ചർ റാമിനും ഫാമിലിക്കും ഒരു താങ്ങായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. മേ ബി ഇനി റാം വലുതായിട്ട് ഇനി ഇവർക്ക് തണലായിട്ട് നിൽക്കുന്നുണ്ടാവും. സോ ഇറ്റ് ഈസ് ലൈക്ക് എ കൊടുക്കൽ വാങ്ങലാണ്. ഒരു സാമൂഹിക ജീവി എന്നുള്ള രൂപത്തിൽ അവൻ പറയുന്ന ഒരു വാക്കുണ്ട്, എൻ്റെ ജീവിതത്തിൽ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കണം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഫെൽഡ് വെരി ബ്യൂട്ടിഫുൾ. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നി. ഭയങ്കര പൊയറ്റിക്കായിട്ടോ ഒരു അധ്വാനത്തിന് റിസൾട്ട് കിട്ടിയ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ. എന്തൊക്കെ സിറ്റുവേഷൻ ആണെങ്കിലും ഒരു വിഷൻ വെച്ച് അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് എത്തിക്കാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ്. I don't know how to conclude this story of Ram. Ram Kumar is a representative of many. ഒരുപാട് ആൾക്കാരുടെ റെപ്രസെൻറ്റേറ്റീവാണ്. ഈ വീട്ടിൽ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഉണ്ട്, പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിൽ ജോലിക്ക് പോകുന്ന ആളുകളുണ്ട്, പലതരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെയൊക്കെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാൾ, പക്ഷേ ഹി അച്ചീവ്ഡ് സംതിങ്. നീറ്റ് പോലത്തെ ഒരു സാധനം അവൻ്റെ ഡ്രീമിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, ഒരു പക്ഷേ അവൻ്റെ അച്ഛൻ്റെ ഡ്രീമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവൻ അച്ചീവ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അവസാനമായിട്ട് എനിക്ക് രണ്ടു വാക്ക് സംസാരിക്കാനുള്ളത് റാമിനോടാണ്. വളരെ പേഴ്സണലി പറയാനാണ്. നീ നിൻ്റെ അമ്മയും ടീച്ചറെയൊക്കെ കൂട്ടി നമ്മുടെ അടുത്ത് വന്ന് കണ്ട് നിൻ്റെ കഥകൾ ഇങ്ങനെ ഓരോന്നായിട്ട് പറയുന്ന സമയത്ത് ഭയങ്കര ഇൻറ്റുയിറ്റായിട്ട് അതിൻ്റെ ഉള്ളിലിരുന്നിട്ടാണ് ഈ കഥ മൊത്തം കേട്ടത്. സാധാരണഗതിയിൽ സ്റ്റുഡൻസ് വരുമ്പം അവർ പല കഥകളും പറയാറുണ്ടെങ്കിലും നിൻ്റെ കഥ വളരെ പേഴ്സണലി തന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട് നീ ഇങ്ങനെ എത്തിച്ചേർന്നതിലൊക്കെ. പക്ഷേ ഇങ്ങനെ ഒരു സ്റ്റോറി പുറത്തു വരുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ അറിയുന്നതൊക്കെ നിൻ്റെ ഫ്യൂച്ചറിലുള്ളൊരു ജേണീനെ ഒരിക്കലും അഫക്റ്റ് ചെയ്യാതിരിക്കാനുള്ളതാണ്. നീ ഇതുവരെ കാത്തു സൂക്ഷിച്ച ഒരു പാഷനുണ്ട്. നീ അതിനകത്ത് വെക്കുന്ന ഒരു ഹാർഡ് വർക്കും അതിന് നീ എടുക്കുന്ന ഒരു എഫേർട്ടും ഉണ്ട്. കണ്ടിന്യൂ ഡൂയിങ് ദാറ്റ് തിങ്. ആൻഡ് നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് വർക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള നല്ലൊരു ഡോക്ടറാവാൻ വേണ്ടിയിട്ട് യാത്രകൾ ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതേ പോസിറ്റിവിറ്റിയിൽ, ഇതേ ആവശ്യത്തിൽ മുന്നോട്ട് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഓൾ ദ വെരി ബെസ്റ്റ്.